ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പങ്കജ് അപ്പുവിൻ്റെ കൂടെ വിടാതിരിക്കാൻ വേണ്ടി പൂജയെ ഒരു സൂത്രത്തിൽ നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കൊണ്ടുപോയി ഒരു സാരിയൊക്കെ സെലക്ട് ചെയ്യ് പൂജ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് പോയത്. അതിനിടയിലാണ് നമ്മുടെ അപ്പുവിൻ്റെ വേറൊരു ഐഡിയ. അപ്പം അപ്പു നേരെ പൂജയുടെ ഫോണിലേക്ക് വിളിക്കണം, നിങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എത്തിയോ എന്നും ചോദിച്ചുകൊണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോട്ടാ, എങ്കിൽ പിന്നെ ഞാൻ പുറത്തു വന്നിട്ടുണ്ട്, ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനെന്താ അപ്പോട്ടാ, അപ്പോട്ടിനകത്തേക്ക് വാ. അപ്പം പങ്കജ് ആരാ, അത് അപ്പോട്ടനാ, അപ്പോട്ടെന്തേ ഇവിടെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഏതായാലും അകത്തേക്ക് വരാനായിട്ട് പറഞ്ഞു. ഏതായാലും അപ്പോട്ടിനും കൂടി വന്നത് നന്നായല്ലേ പങ്കജെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിനെ പിന്നീടൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. പങ്കജാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടുകയാണ്. അപ്പോൾ പങ്കജ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, അയ്യോ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നേരെ പൂജയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പതേ അവൻ ഇവിടെ എത്തിയിരിക്കുന്നല്ലേ, അവൻ നിസ്സാരക്കാരനല്ല. അങ്ങനെയൊക്കെ പങ്കജ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ അപ്പു വന്നിട്ട് ഈ പങ്കജിൻ്റെ തോളയിൽ അങ്ങോട്ട് പിടിക്കുകയാണ്. ഇതാര് അപ്പു അപ്പു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കളിയാക്കുന്നൊരു രീതിയിൽ. പിന്നെ അല്ലാതെ നിങ്ങൾ ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞല്ലോ, അപ്പം പിന്നെ ഞാനും കൂടി വരാമെന്ന് വിചാരിച്ചു. അല്ല, ഞാനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്, അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ അപ്പവും പറയാണ്. അപ്പം നമ്മുടെ പൂജയാണെങ്കിൽ അതേതായാലും നന്നായി അപ്പോട്ടാ, അപ്പോട്ടിന് നല്ല സെലക്ഷനൊക്കെ അറിയാലോ, അപ്പോട്ടിനൊന്ന് നോക്കിയേ ഇതിലേത് സാരി വേണമെന്ന്. അങ്ങനെ ഈ സാരി ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ അപ്പു ആണെങ്കിൽ പൂജയുടെ അരികിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പങ്കജിന് അതങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അപ്പു ആണെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ പങ്കജിനെ നോക്കുന്നുണ്ട്. പൂജയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ. ഇപ്പം രണ്ടുപേരും തമ്മിൽ യാതൊരു ശത്രുതയില്ലെന്നാണല്ലോ പൂജ വിചാരിച്ചിരിക്കുന്നത്. ഇവർക്കാണെങ്കിൽ ശത്രുത മാറിയിട്ട് നേരോ ഇല്ല. പിന്നീട് കാണിക്കും നമ്മുടെ സുമിത്രയും ശീതളും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം പ്രതീക്ഷ എവിടെയാണ് അവസാനമായിട്ട് പോയത്, നമ്മുടെ ശീതളിനെ വിളിച്ച് വരുത്തിയത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ശീതളായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് നമ്മുടെ സുമിത്രയ്ക്ക് അറിയാം. അതിനുവേണ്ടി തന്നെ തൻ്റെ മക്കളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് സുമിത്ര ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സരസ്വതിയമ്മ ഇതെല്ലാം കേട്ട സരസ്വതിയമ്മയാണെങ്കിൽ ഏതായാലും പ്രതീഷിൻ്റെ കാര്യം ഇവർ സംസാരിച്ചത് രഞ്ജിതയോട് പറയാം, എന്നാലേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. കുറച്ച് പൈസയ്ക്കുള്ള വകയായി ഇതും പറഞ്ഞു കഴിഞ്ഞ് ഇനി അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയും കൂടി അടിച്ചു മാറ്റണം, അതാണല്ലോ നമ്മുടെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ സരസ്വതിയമ്മ മനസ്സിൽ പല കണക്ക് കൂട്ടലും വെക്കുകയാണ്. പക്ഷേ വക്കീൽ വിളിച്ച കാര്യം ഇപ്പം ഏതായാലും അവളോട് പറയണ്ട. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ത്രില്ല് പോയല്ലോ, അതുകൊണ്ട് അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശീതളും അതേപോലെ തന്നെ സുമിത്രയും കൂടി ഒരു ഓട്ടോറിക്ഷ കയറി പോവുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഇത് ഇവിടെയാണ് അമ്മേ, ഈ വഴി പോകണോ അമ്മേ? ഈ വഴിയോ? എവിടെയാ മോളെ? അമ്മ ഇറങ്ങി വാ, നമുക്ക് പോകാം, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, എത്രയും പെട്ടെന്ന് അവിടെ എത്തിയില്ലെങ്കിൽ നമുക്ക് വിവരങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല, അറിയാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശീതളിൻ്റെ ആ ഒരു കാര്യവും ആകാംക്ഷയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടും തോന്നുകയാണ്. കാരണം മോനെ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ സുമിത്രയും കൊണ്ട് നമ്മുടെ ശീതള പോയത് ആ വക്കീലിൻ്റെ ഓഫീസിൻ്റെ മുന്നിലേക്കാണ്. ഇതെന്താ മോളെ, നീ എന്താ ഇവിടെ? ഇവിടെ വരാമെന്നാ പ്രതീക്ഷയുടെ എന്നോട് പറഞ്ഞത്. ഇവിടെയോ? ഈ വക്കീലിൻ്റെ ഓഫീസിലേക്കോ? അതെ, ഇവിടെ വരാനാണ് പ്രതീക്ഷയുടെ എന്നോട് പറഞ്ഞത്. ഇവിടെ വന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷനെ കാണാനില്ല. എന്നിട്ട് നീ വക്കീലിനെ കണ്ടോ? വക്കീലിനെയൊന്നും ഞാൻ കണ്ടില്ലമ്മേ, പക്ഷേ ഇവിടെ ആളില്ലെന്ന് മനസ്സിലായി. ഇത് വാസുദേവൻ വക്കീലിൻ്റെ ഓഫീസാണ് മോളെ. വാസുദേവൻ വക്കീലോ? അതാരാണമ്മേ? സോറി, സുദേവൻ വക്കീലിൻ്റെ ഓഫീസാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ രോഹിത്തിൻ്റെ വക്കീലാണ് ഇയാൾ. രോഹിത്തിൻ്റെ വക്കീലായ ഇയാളുടെ അടുത്ത് എന്തിനാണ് പ്രതീക്ഷ വന്നത്? ഇവിടെ വന്നിട്ട് നിന്നെ വിളിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശീതളിനാണെങ്കിൽ ആകെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ, അമ്മ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ മോളെ, ഇയാളിപ്പോൾ മുങ്ങി നടക്കുകയാണ് മോളെ. മുങ്ങി നടക്കുന്നതോ? അതെ, മുങ്ങി നടക്കുകയാണ്. രോഹിത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവനും ഇപ്പം ആ രഞ്ജിതയാണല്ലോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ എങ്ങനെ രഞ്ജിതയുടെ പേരിലേക്ക് പോയി? യാതൊരു കാരണവശാലും രോഹിത്ത് സ്വത്തുക്കളൊന്നും രഞ്ജിതയുടെ പേരിൽ എഴുതി വെക്കാനായിട്ട് പോകുന്നില്ല. സ്വന്തം മകളെ മറന്നുകൊണ്ട് അങ്ങനെ എഴുതി വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഏതായാലും എഴുതി വെക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ അപ്പോൾ പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നറിയാനായിട്ട് തന്നെയാണ് മോളെ ഞാൻ ഈ വക്കീലിനെ കാണാനായിട്ട് വന്നത്. പക്ഷേ ആദ്യമൊക്കെ എനിക്ക് വക്കീലിനെ കാണാനായിട്ട് സാധിച്ചിരുന്നു.
പിന്നെ പിന്നെ അയാൾ എന്നെ കണ്ണ് വെടിച്ച് മുങ്ങുകയും ചെയ്തു. ഒരു ദിവസം മോൾ ഓർക്കുന്നില്ലേ, ഞാൻ വക്കീലിനെ കണ്ടുവെന്ന് പറഞ്ഞത് ആ വഴിയിൽ വെച്ച്? ആ സമയത്ത് ഞാൻ വക്കീലിനെ കണ്ടതാ. ആ വക്കീല് എന്നെ കണ്ട ഉടനെ തന്നെ മുങ്ങിക്കളഞ്ഞു മോളെ. അപ്പോ ഇപ്പൊ പ്രതീക്ഷ ഇവിടെ വന്നു നീ പറയുമ്പോൾ ഇതിലെന്തൊക്കെയോ കള്ളത്തട്ടിപ്പുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. എന്നോട് വക്കീല് വരാൻ പറഞ്ഞിട്ടുണ്ട്. വക്കീലിന് എന്തൊക്കെയോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന്. പക്ഷേ അതെപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്നൊന്നും വക്കീൽ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് വേണ്ട കാര്യങ്ങൾ മുഴുവനും സുമിത്ര ശീതളോട് പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മേ, അപ്പം സത്യമാണ് അമ്മ ഈ പറഞ്ഞത്. അതെ, സത്യം തന്നെയാണ്. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഉറപ്പുള്ള കാര്യം തന്നെയാണ് അമ്മേ. ഏട്ടൻ ഇവിടെ എന്നോട് വരാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഏട്ടൻ ഏതായാലും മുങ്ങാനായിട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ ഏട്ടന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അമ്മേ എന്ന് ശീതള പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇത്രയും വരെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് കണ്ടെത്തിയാലേ മതിയാവുള്ളൂ. ആ വക്കീലിനെ വീണ്ടും വിളിക്കാന്നാ പറഞ്ഞത്. എന്തൊക്കെ രഹസ്യങ്ങൾ അയാൾക്ക് എന്നോട് പറയാനുണ്ടെന്നാണ് തോന്നുന്നത്. വക്കീല് വിളിക്കട്ടെ, അപ്പം വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ ഭയങ്കര ആദ്യമാണ്. അപ്പോൾ സുമിത്ര പോയ തക്ക നോക്കി നമ്മുടെ സരസ്വതി അമ്മ രഞ്ജിതയെ വിളിക്കുകയാണ്. അപ്പോൾ രഞ്ജിതയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ സരസ്വതി അമ്മ, എന്തെങ്കിലും തെളിവുകൾ വല്ലതും കിട്ടിയോ? എന്താണ് നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. പ്രധാനപ്പെട്ട കാര്യമോ? എന്തു പ്രധാനപ്പെട്ട കാര്യം? അതെ, ശീതൾ ഇവിടെ വന്നിരുന്നു. ശീതൾ വന്നിട്ടേ പ്രതീഷിന്റെ കാര്യം പറയുകയുണ്ടായി. ഇത് കേട്ടുടനെ തന്നെ പ്രതീഷിന്റെ കാര്യം പറയുണ്ടായിരുന്നോ? അതേന്നേ, പ്രതീഷിന്റെ കാര്യം പറഞ്ഞു. അവളെ അവസാനമായിട്ട് പ്രതീഷ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചെന്നോ, ആ സ്ഥലം നന്നായിട്ട് ശീതളിന് ഓർമ്മയുണ്ടെന്നോ, വാ നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇവിടെ നിന്ന് പുറപ്പെട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ആകെ വിറച്ചൊരവസ്ഥ നിൽക്കുകയാണ്. ദൈവമേ, ഇനി എങ്ങോട്ടായിരിക്കും? കാരണം രഞ്ജിതയ്ക്കും ദീപനൊക്കെ മാത്രമേ അറിയുള്ളൂ പ്രതീക്ഷ ജയിലിലാണെന്ന്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞൊക്കെ സത്യം തന്നെയാണോ? പ്രതീഷിൻ്റെ സ്ഥലത്തേക്ക് തന്നെയാണോ? ആ പ്രതീഷിൻ്റെ സ്ഥലത്തൊന്നും അല്ല. ശീതള് പറഞ്ഞ സ്ഥിതിക്ക് പ്രതീഷിനെ അവിടെ വെച്ചാണ് അവസാനമായിട്ട് ശീതളെ വിളിച്ചു വരുത്തിയെന്നൊക്കെയാണ് ശീതള് സുമിത്രയോട് പറയുണ്ടായത്. പക്ഷേ ശീതൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷിനെ കാണാൻ പറ്റിയില്ല എന്നുള്ള കാര്യവും സുമിത്രയോട് പറഞ്ഞു. അപ്പം തന്നെ സുമിത്ര ശീതളായിട്ട് പുറപ്പെട്ടു മോളെ. ദേ, ഞാൻ ഇത്രയൊക്കെ വിവരം തന്നാണ്. ദേ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ എന്തെല്ലാം കാര്യങ്ങളാണോ നടക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം എൻ്റെ മുന്നിൽ നിങ്ങൾ എത്തിച്ചോളണം. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സഹായം ഞാൻ ചെയ്തുതരും. പിന്നെ രഞ്ജിത, നിങ്ങളെ ഞാൻ മറക്കോ രഞ്ജിത? നിങ്ങളെനിക്ക് സാരിയും പൈസയും ഒക്കെ തന്നെയല്ലേ? അതുള്ളിടത്തോളം കാലം ഈ സരസ്വതി അമ്മ രഞ്ജിതയുടെ കൂടെ തന്നെ നിൽക്കും. അതിനിപ്പോൾ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജിതയാണെങ്കിൽ, അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സരസ്വതി അമ്മേ, സുമിത്രയെ വക്കീൽ വല്ലതും വിളിച്ചായിരുന്നോ? ഇത് കേട്ട സരസ്വതി അമ്മ ആകെ ഞെട്ടി എന്ന് നിൽക്കുകയാണ്. എന്തു പറയണമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ. ഇപ്പോൾ വക്കീലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടില്ലെന്നറിയാം. ഇതിനു വേണ്ടിയാണല്ലോ രഞ്ജിത പരക്കമാഞ്ഞ് നടക്കുന്നത്, അറിയാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ കള്ളം പൊളിക്കുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് തുണിക്കട കാണിക്കുകയാണ്. അപ്പോൾ തുണിക്കട കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പു നേരെ ഈ പങ്കജിനെ വിളിച്ചിട്ട്, എടാ പങ്കജേ, നീ ഒരു കാര്യം ചിന്തിക്കണം. നീ പൂജയായിട്ട് എങ്ങോട്ട് പോയാലും അവിടെ ഞാൻ എത്തും. ഈ പൂജയെ കയ്യിലെടുക്കാമെന്നൊന്നും നീ വിചാരിക്കണ്ട പങ്കജേ, അതിന് സാധിക്കില്ല. അപ്പോൾ പങ്കജും പറയാണ്, അപ്പോൾ നിന്റെ അടുത്ത് നിന്ന് ഈ പങ്കജ് പൂജയെ അകറ്റിയിരിക്കും. നീ കണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കാണാം. അപ്പം നാളെ കാണാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും. ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ നമ്മുടെ ഈ കഥയിലേക്ക് എല്ലാ കഥാപാത്രങ്ങളും വന്ന് ചേരുകയാണ്. അപ്പോൾ നല്ലൊരു എപ്പിസോഡായിരിക്കും ഇനിയും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.